150 വർഷം മുമ്പ് മനുവായിരുന്നു പറഞ്ഞപ്പോ പൂനായിലെ അടുത്താടുകൊണ്ടെങ്കിൽ വന്നാൽ ഫോറസ്റ്റുകാരൻ നല്ല പോലീസുകാരനാണല്ലോ ഞങ്ങൾ നേരിടും. ഉള്ള കാര്യം പറയാം. എന്താണ് നിയമം മാങ്ങാത്തളി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് നിയമമൊക്കെ അറിയാമല്ലോ. ഞങ്ങളുടെ രണ്ടും കൽപ്പിച്ച അത് തന്നെ. നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, ഫോറസ്റ്റുകാരനും പോലീസുകാരനും ഒക്കെ ഇല്ലേ? ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർ, അതും കേരള കർഷക സംഘത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പിന്നിൽ അണിനിരുന്നു എത്രയോ പതിറ്റാണ്ടുകളായി നടത്തിയ സമരത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമായിട്ടാണ് ഇടുക്കി ജില്ലയിൽ മലയോര കൃഷിക്കാർ ഈ മണ്ണിൽ ഉറച്ചു നിന്ന കാര്യം ഇടുക്കി ജില്ലയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്കറിയാം, ചുരുളിയിലും കീരിത്തോട്ടിലും അയ്യപ്പൻകോവിലും എന്നുവേണ്ട ചെങ്കോളത്തും എന്ന് ഈ പ്രദേശത്തൊക്കെ മുൻപും കുടിയൊഴിപ്പിക്കൽ നടന്നിട്ടുണ്ട്. അതിനെ എല്ലാം ചെറുത്ത് തോൽപ്പിക്കുന്നതിന് കൃഷിക്കാരുടെ ഒപ്പം നിൽക്കുകയും പൊരുതുകയും ചെയ്ത പ്രസ്ഥാനമാണ് കേരള കർഷക സംഘവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയാം, എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ട്? കേരളം രൂപം കൊണ്ടിട്ട് എത്ര വർഷങ്ങൾ, എത്ര പതിറ്റാണ്ട് കഴിഞ്ഞു? ഐക്യ കേരളം രൂപം കൊണ്ട് കഴിഞ്ഞു. ഈ കേരളത്തിൽ എത്ര ഗവൺമെന്റുകൾ മാറി മാറി ഭരണത്തിൽ വന്നു? അന്നൊന്നുമില്ലാത്ത ബോധോദയം ഫോറസ്റ്റുകാർക്കുണ്ടെങ്കിൽ അത് തിരുത്തിയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തിരുത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നേരിടും. കേസൊക്കെ ഞങ്ങൾക്ക് പുല്ലുപോലെയാണ് ഞങ്ങൾക്ക് നേരിടുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതിനകത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അത് നിയമമൊക്കെ ഞങ്ങൾ കോടതിയിൽ കാണാം. അതാണ്. അതുകൊണ്ട് ഫോറസ്റ്റുകാർ പോലീസ് ചമയണ്ട, പോലീസുകാർ ഫോറസ്റ്റിന് ചമയണ്ട. മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്താൽ മര്യാദയ്ക്ക് നടക്കാം. ഇല്ലെങ്കിൽ മര്യാദയുടെ ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരും. നിയമം കയ്യിലെടുക്കേണ്ടി വരും. നിയമം കയ്യിലെടുക്കുമ്പോൾ നിയമം മാങ്ങാത്തല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ മെക്കെട്ട് കയറാൻ വന്നാൽ വരുന്നവരെ ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയാം, ഇവിടെ ഇന്നെന്ന പുതിയ അധ്യായം BD സതീശൻ വന്നതിന്റെ ഉൾക്കാണോ കാണിച്ചു തരാം. BD സതീശൻ അവിടെ ഇരിക്കും. മനസ്സിലായില്ല? നിന്നെല്ലാം ഞങ്ങൾ ഇവിടെ വഴിയെ നേരിടും. ഈ മണ്ണിലെ ചുമ്മാതല്ല, ചുരുളിയിലും കീരിത്തോട്ടിലും അയ്യപ്പൻകോവിലും അമരാവതിയിലും എന്തിന് വണ്ണപ്പുറത്തും ആനച്ചാലിലും എന്തിന് ഇന്നത്തെ ഇടുക്കി ജില്ലയുടെ ഭൂപ്രദേശങ്ങളിൽ തൊടുപുഴയുടെ കുറെ പ്രദേശം ഒഴികെ മുഴുവൻ സ്ഥലത്തും ഈ മണ്ണിൽ ഞങ്ങൾ ഉറച്ചു നിന്നത് പൊരുതിയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇവിടെ ഭരിക്കാൻ വന്ന ഭരണപുങ്കവന്മാർ, കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ, PT ചാക്കോ അടക്കമുള്ളവരുടെ ഗവൺമെന്റ്, പട്ടംതാണിപ്പള്ളിയുടെ ഗവൺമെന്റ്, R ശങ്കരുടെ ഗവൺമെന്റ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ അങ്ങ് പോയ കരുണാകരന്റെ ഗവൺമെന്റ് വരെ കോൺഗ്രസ് ഗവൺമെന്റുകളിൽ നിന്നും മലയോര കൃഷിക്കാരന് പാരപണി ബഹുമാനാണ് എന്നും ആ പാരയും കൊണ്ടാണ് അവരുടെ പിന്മുറക്കാൻ BD സതീശൻ ഇപ്പോ നമ്മളെ ഉണ്ടാക്കി കാണിക്കാൻ വരുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇടുക്കി ജില്ല ഇത് ചുമ്മാതുണ്ടായതല്ല. ഇവിടെ കുടിയേറിയിട്ട് വർഷങ്ങൾ 3/4 നൂറ്റാണ്ട് 1 നൂറ്റാണ്ടും അതിലറിവുപോയി. ഇനിയിപ്പം വനപ്രദേശമൊക്കെ പറഞ്ഞ് വനമൊക്കെ സംരക്ഷിച്ചു. ഉള്ള വനം സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. സംഘടിത വനമുള്ളിടത്തും ഇടമുള്ളിടത്തും അത് സംരക്ഷിക്കുക തന്നെ ചെയ്യണം. കാലാവസ്ഥയുടെ എല്ലാം പ്രശ്നമുണ്ട്. പക്ഷേ ഒരു ഭൂമിയിൽ പോലും കൃഷിക്കാർ കൃഷി ചെയ്യുന്നിടത്തും ജീവിക്കുന്നിടത്തും പിടിവച്ച് താമസിക്കുന്നിടത്തും പിടച്ചു കയറാൻ വന്നാൽ അവിടെ വെച്ച് നിങ്ങളെ നേരിടേണ്ടി വരും, കൈകാര്യം ചെയ്യേണ്ടി വരും. അന്നേരം നിയമം മണ്ണാങ്കട്ടെന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമുണ്ടാവില്ല എന്ന കാര്യം പ്രത്യേകം പ്രവർത്തിക്കുക. ഞങ്ങളെന്നെ തീരുമാനിച്ചാൽ നീയൊക്കെ ഇറങ്ങി നടക്കണേ ഞങ്ങൾ ചെയ്തു വേണ്ടി വരും. എന്താണ് എടുത്തിരിക്കുന്നത്? കടലും തടുത്ത് 3 ഫോറസ്റ്റുകാർ, പോലീസുകാർ ഞങ്ങൾക്ക് പുല്ല, പിന്നെ പോലീസുകാരെ നേരിട്ടാൽ ഞങ്ങൾ ഈ പ്രസ്ഥാനം ഇനി ഫോറസ്റ്റുകാരാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വരുന്നത്.
ഇത് ഒരുമാതിരി ഈ എന്നാ പറയുന്ന മലയാള ഭാഷ പറയുമ്പം മോശം ഭാഷയാണ്. അവിടെ ഞാനത് പറയുന്നില്ല. നമ്മളിവിടെ ചുമ്മാതാണോ? പട്ടംതാണുപ്പുഴയുടെ ഗവൺമെന്റിന്, പി ടി ചാക്കോയുടെ ഗവൺമെന്റ്, ആർ ശങ്കറിന്റെ ഗവൺമെന്റ്, ഈ കേരളത്തിൽ പിടിച്ച പനമ്പള്ളി ഗോവിന്ദമേനോന്റെ ഗവൺമെന്റിന്, ആ ഗവൺമെന്റുകളെല്ലാം മലയോര കൃഷിക്കാരെ ഇന്ന് ഇടുക്കിയില്ലാതെ കൃഷിക്കാരെ ഒഴിപ്പിക്കാൻ നോക്കിയപ്പം അതിനെയെല്ലാം ചേർത്ത് തോൽപ്പിച്ച് ഈ മണ്ണിൽ ഉറച്ചു നിന്നവരാണ് ഇന്ന് ഇടുക്കി ജനത. അത് തൊടുപുഴ താലൂക്കിലെ പട്ടണ പ്രദേശം ഒഴിച്ചാൽ ബാക്കി മുഴുവൻ പ്രദേശവും ഈ സമരത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമാണ്. 50-100 വർഷം മുമ്പ് ഇടുക്കി ഈ പറയുന്ന ഈ ചെറുതോണിയും പരിസര പ്രദേശവും എങ്ങനെ കട്ടപ്പടിയും എല്ലാം ഞങ്ങളുടെ പ്രദേശം അടക്കം എല്ലാം പണ്ട് വനമായിരുന്നു. 150 വർഷം മുമ്പ് വനമായിരുന്നു എന്ന് പറഞ്ഞപ്പോ പൂനായിലെ അടുത്താടുകൊണ്ടെങ്കിൽ വന്നാൽ ഫോറസ്റ്റുകാരൻ നല്ല പോലീസുകാരനാണല്ലോ ഞങ്ങൾ നേരിടും. ഉള്ള കാര്യം പറയാം. എന്നാലും നിയമം മാങ്ങാത്തളി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് നിയമമൊക്കെ അറിയാമല്ലോ. ഞങ്ങളുടെ അന്നും കൽപ്പിച്ച അത് തന്നെ. നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, ഫോറസ്റ്റുകാരനും പോലീസുകാരനും ഒക്കെ ഇല്ലേ? ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഭാര്യയും മക്കളോടും പിന്നെ എല്ലാവരും നേർന്നല്ല പൊതുപ്രവർത്തനം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മനോഭാവമാണ് ഞങ്ങൾക്കുള്ള. ഇന്നേ വരെ ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കും, തമാശല്ല, അടിച്ചാൽ തിരിച്ചടിക്കും, ചേർത്ത് നിൽക്കും. അതിനപ്പുറം ഞാനിപ്പൊ പറയുന്നില്ല. ഈ മാധ്യമങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കൂടുതൽ കടത്തി പറഞ്ഞാൽ അത് നാളെ വിവാദമാകുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ആവശ്യമില്ലാത്ത പണി ചെയ്യിക്കരുത് നിങ്ങള്. ഇടുക്കി ജില്ല രൂപം കൊണ്ട് തന്നെ പോരാട്ടത്തിന്റെ ചരിത്രത്തില ഇല്ലേ? ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? 150-200 വർഷം മുമ്പ് കണ്ണന്നേവം കമ്പനി തേയിലത്തോട്ടം, അത് കഴിഞ്ഞ പിന്നെ പീരുമേടിലെ തേയിലത്തോട്ടങ്ങൾ, മലയാളം ബ്രാൻഡന്റെ തോട്ടങ്ങൾ, അത് കഴിഞ്ഞ് പിൽക്കാലത്താണ് ഏലത്തോട്ടങ്ങൾ ഉത്ഭവിച്ചത്. ആ ഏലത്തോട്ടങ്ങൾ ഉണ്ടായത് തന്നെ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി കൃഷിക്കാർ കൃഷി ചെയ്താണ് ഇന്നത്തെ ഏല ഉത്പാദനത്തിന്റെ രംഗത്ത് വലിയ പങ്കുവഹിച്ചത്. അതിനുശേഷം കുടിയേറിയവരാണ് ഞങ്ങളെല്ലാം. തൊടുപുഴ താലൂക്കിന്റെ വണ്ണപ്പുറം പ്രദേശം മുടിയെടുപ്പിച്ചപ്പം അന്ന് ഞങ്ങളിൽ എടുത്തിട്ടുണ്ട്. 15 മുമ്പ് 10 വർഷമല്ല വണ്ണപ്പുറത്തെ സമരം, ചുരുളിലും കീരിത്തോട്ടിലും സമരം. ആ സമരത്തിലെല്ലാം പങ്കെടുത്തവനാണ്. ആനത്താന്റെ സമരം, എന്തിന് ഈ നാട്ടിൽ നടത്തിയ അയ്യപ്പൻകൂറിലെ സമരം, ഈ നാട്ടിൽ ഈ ജില്ലയിൽ ഇടുക്കി ജില്ലയിൽ നിരവധി പോരാട്ടങ്ങൾ, നിരവധി സമരങ്ങൾ നടത്തിയാണ് ഈ മണ്ണിൽ കൃഷിക്കാരെ, മലയോര കൃഷിക്കാരെ ഉറപ്പിച്ചു നിർത്തുന്നതെന്നും അവരെ അനുകൂലിക്കുന്ന ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പം 1957 EMSന്റെ ഗവൺമെന്റും 67 EMSന്റെ ഗവൺമെന്റും പിന്നീട് അധികാരപ്പെടുന്ന സഖാവ് നായനാരുടെ BS അച്യുതാനന്ദന്റെ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റുകളാണ് എന്നും ഈ ജനതയോടൊപ്പം, മലയോര ജനതയോടൊപ്പം നിന്നതെന്നും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക.